സംസ്ഥാന സ്കൂൾ കായികമേളയിലെ മത്സരങ്ങൾ മോശം കാലാവസ്ഥയിലും ശോഭ മങ്ങാതെ ഇന്നും എല്ലാ വേദികളിലും സജീവമായിരുന്നു. തുറന്ന സ്ഥലത്തുള്ള മത്സരങ്ങളിൽ ചിലത് ആരംഭിക്കാനും കൃത്യസമയത്ത് അവസാനിപ്പിക്കാനും കഴിയാത്തതൊഴിച്ചാൽ കായിക മാമാങ്കം പൂർവാധികം ഭംഗിയോടെ തന്നെ നടന്നു. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ രാവിലെ 7 മണിക്ക് തന്നെ ആൺകുട്ടികളുടെ ലോങ് ജമ്പ് മത്സരങ്ങൾ ഒരു ഭാഗത്ത് തുടങ്ങി. രാവിലെ തുടങ്ങിയ ലോങ് ജമ്പ് ക്വാളിഫൈഡ് റൗണ്ടുകളിൽ തന്നെ കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അതിനടുത്തായി മറ്റൊരു ഭാഗത്ത് പെൺകുട്ടികളുടെ ഹഡിൽ റേസിംഗ് ക്വാളിഫയിംഗ് മത്സരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഈ മത്സരം കാണികളിൽ ആവേശമുണർത്തി. സ്റ്റേഡിയത്തിന്റെ മറ്റൊരു ഭാഗത്ത് പോൾ വാൾട്ടിന്റെ ഫൈനൽ മത്സരം നടക്കുകയുണ്ടായി. ഒരു കായിക താരം ഒരു പോൾ ഉപയോഗിച്ച് ഉയർന്ന ബാറിന് മുകളിലൂടെ ചാടുന്ന ഒരിനമാണ് പോൾ വാൾട്ട്. ഇത് ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റിക്സിലെ ജമ്പിംഗ് ഇനങ്ങളിൽ ഒന്നായി തരംതിരിക്കുന്നു. പോൾ വാൾട്ടിൽ വിജയിക്കണമെങ്കിൽ ഒരു കായിക താരം വേഗത, ശക്തി, ശരീര അവബോധം, ജിംനാസ്റ്റിക്സ്, നിർഭയമായ മനോഭാവം എന്നിവ സംയോജിപ്പിക്കണം. ഓരോ മത്സരാർത്ഥിക്കും ഒരു ഉയരത്തിൽ പരമാവധി 3 ശ്രമങ്ങൾ മാത്രമേ അനുവദിക്കൂ. ഓരോ റൗണ്ട് ട്രയലുകൾക്ക് ശേഷം ബാറിന്റെ ഉയരം ഘട്ടം ഘട്ടമായി ഉയർത്തുന്നു. വാശിയേറിയ ഈ മത്സരത്തിൽ 3 മീറ്റർ 70 സെന്റിമീറ്റർ ഉയരത്തിൽ ചാടിയ കോതമംഗലം മാർ ബസേലിയോസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജോയൽ ജോസഫ് 1-ാം സ്ഥാനത്തെത്തി. തൊട്ടടുത്ത് 3 മീറ്റർ 50 സെന്റിമീറ്റർ ചാടി അതേ സ്കൂളിലെ ജോൺസൺ ചെറിയാൻ 2-ാം സ്ഥാനവും കരസ്ഥമാക്കി. സഹപാഠികളായ ഇവരുടെ ആനന്ദത്തിന് അതിരില്ലായിരുന്നു. ബെസ്റ്റ് ചെയ്യാൻ പറ്റി. അതിനായിട്ടുള്ള എല്ലാം സാറാണ് ഇത്രയും ചെയ്യുക. ഇവിടെ വരെ എത്താൻ കാര്യമായിട്ട് സാറാണ്. സന്തോഷമുണ്ട് ഇത്രയും ചെയ്തതിന്. മീറ്റർ റെക്കോർഡ് ട്രൈ ചെയ്തു, പക്ഷെ പറ്റില്ല. ആ സാറ് തന്നെയാണ് ഓരോരോ സ്ഥലത്തുകൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യണേ. സാറ് കാരണമാണ് ഇവിടം വരെ എത്തിയത്. ഈ വർഷം മുതൽ റിഥമിക് യോഗ എന്ന പേരിൽ ആദ്യമായി യോഗാഭ്യാസ മത്സരങ്ങളും നടന്നത് കാണികൾക്ക് കൗതുകകരമായി.
ആർഷഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത അത്യന്തം അത്ഭുതകരവും ഉപയോഗപ്രദവുമായ ഒരു കായിക മാനസിക അഭ്യാസമാണ് യോഗ. എല്ലാ വർഷവും ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്നു. ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഗുണകരമായ യോഗയുടെ പ്രാധാന്യം ലോകമെമ്പാടും പ്രചരിപ്പിക്കുക എന്നതാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. ഈ യോഗാഭ്യാസത്തെ കായിക രംഗത്തേക്ക് ഇപ്പോഴാണ് നാം എത്തിച്ചിരിക്കുന്നത്. ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ജൂഡോ മത്സരങ്ങൾ നടന്നു. ആയോധന കലയായി ആരംഭിച്ച ഈ അഭ്യാസം ഇന്ന് കായിക രംഗത്ത് ഉജ്ജ്വലമായ സ്ഥാനം നേടിയിരിക്കുന്നു. സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഒരേ കുടക്കീഴിൽ ഒരു ഒളിമ്പിക്സ് മാതൃകയിൽ നടക്കുന്ന ഇതിൻ്റെ സംഘാടകരോട് ഞാൻ എൻ്റെ അഭിനന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് ഈ കോമ്പറ്റീഷൻ വളരെ നല്ല രീതിയിൽ ഞങ്ങളിവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. കേരള ജൂഡോ അസോസിയേഷൻ്റെ ടെക്നിക്കൽ ഓഫീഷ്യൽസാണ് ഇതിൻ്റെ ടെക്നിക്കൽ വിങ് കൈകാര്യം ചെയ്തത്. ഈ സബ് ജൂനിയർ വിഭാഗത്തിലും ജൂനിയർ വിഭാഗത്തിലും സീനിയർ വിഭാഗത്തിലുമായി കഴിഞ്ഞ 3 ദിവസങ്ങളായി 700-ൽ പരം ജൂഡോ കായിക താരങ്ങളാണ് പങ്കെടുത്തത്. ഈ കുട്ടികളെല്ലാവരും അടുത്ത 2 മാസങ്ങളിലായി നടക്കുന്ന ദേശീയ മത്സരത്തിലുള്ള കേരള ടീമിനെ പ്രതികരിക്കുന്നവരാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ തവണ നിരവധി നല്ല പ്രോത്സാഹനമാണ് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നും കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് മികച്ച രീതിയിലൊരു സംഘാടനം, അതേപോലെ ടെക്നിക്കലി ഒരു ഇഷ്യൂ ഇല്ലാണ്ട് ഈ കോമ്പറ്റീഷൻ ഇന്നിവിടെ പൂർത്തിയാവുകയാണ്. ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഗ്രീൻ പ്രോട്ടോകോൾ ടീമിന്റെ സേവനം കൊണ്ട് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ അതിവേഗം സ്റ്റേഡിയത്തിൽ നിന്നും മാറ്റി അന്തരീക്ഷം ശുചിയായി നിലനിർത്താൻ കഴിയുന്നു. നമ്മുടെ ഈ കായിക മാമാങ്കം നടക്കുന്ന വേദികളിൽ പ്രധാനമായിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കർത്തവ്യം. അതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ക്ലോത്തിൽ നിർമ്മിച്ച ഫ്ലക്സുകളും നമ്മൾ അവിടെ ഇവിടെയായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഭക്ഷണശാലയിലൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഗ്ലാസ്, ഡിസ്പോസിബിളായിട്ടുള്ള ഗ്ലാസ് അല്ല, നമ്മൾ സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ചാണ് കുട്ടികൾക്ക് വെള്ളം വിതരണം ചെയ്യുന്നത്. മാത്രമല്ല വാഴ ഇലയാണ് നമ്മൾ ഭക്ഷണം സെർവ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പരിസരങ്ങളിലുള്ള സ്കൂളുകളിലെ, തൊട്ടടുത്ത സ്കൂളിലെ, സിറ്റിയിലെ സ്കൂളുകളിലെ കുട്ടികൾക്ക് നമ്മുടെ ഗ്രീൻ പ്രോട്ടോക്കോളിൻ്റെ ഷർട്ട് ധരിപ്പിച്ച് അവർക്ക് ക്യാപ്പും ഒക്കെ കൂടെയായിട്ട് അവർക്ക് ഡീഗ്രേഡബിൾ ആയിട്ടുള്ള കിറ്റും ആയിട്ട് അവരെ ഗ്ലൗസുകളും ഒക്കെ ധരിപ്പിച്ച് ഈ പ്രദേശങ്ങളിലുള്ള നമ്മുടെ വെന്യൂകളിൽ 12 വെന്യൂകളുണ്ട്. ആ 12 വെന്യൂകളിൽ പിന്നെ കുട്ടികൾ പലപ്പോഴും കുടിക്കാനായിട്ടുള്ള കുപ്പിവെള്ളം, പ്ലാസ്റ്റിക് ബോട്ടിൽസ് കൊണ്ടുവരാറുണ്ട്. ഭക്ഷണ പൊതിയുടെ അവശിഷ്ടങ്ങൾ അവിടെ ഇടാറുണ്ട്. അതെല്ലാം കളക്ട് ചെയ്ത് നമ്മൾ ഈ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള കവറിനകത്ത് ശേഖരിച്ച് നമ്മളൊരു സൂക്ഷിക്കുന്നു. അതിനെ നമ്മുടെ കോർപ്പറേഷൻ, നമ്മുടെ ബഹുമാനപ്പെട്ട കോർപ്പറേഷൻ മേയറും അവരുടെ സംഘവും ചേർന്നിട്ട് അവരുടെ പിന്നെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്ന് മാറ്റം ചെയ്യുന്നു.
അങ്ങനെ നമ്മുടെ ഈ പ്രദേശം ആകെ വളരെ ക്ലീനായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അഹോരാത്രം പിന്നെ പണിപ്പെടുന്നുണ്ട്. അതിന് കൂടാതെ തന്നെ നമ്മുടെ സ്കൂൾ കുട്ടികളും അധ്യാപകരും കൂടാതെ തന്നെ കുറച്ച് അല്ലാത്ത സ്റ്റാഫിനെ കൂടെ നമ്മൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ രാത്രി ഈ ഇവൻറ്റ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാ വേദികളും ഒന്ന് ശുചീകരിക്കുന്നു. അതിരാവിലെ തന്നെ വന്ന് വീണ്ടും ഒന്നുകൂടെ അത് അരിച്ചുപെറുക്കി വളരെ വിമുക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. രാവിലെ നടന്ന ഹാഡിൽ റേസുകളുടെ ഫൈനൽ മത്സരം വൈകുന്നേരം കാണികളിൽ ആവേശമുയർത്തി. ജൂനിയർ ബോയ്സ് 110 മീറ്റർ ഹാഡിൽ റേസിൽ പാലക്കാട് മുണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അലൻജിത്ത് 14.39 സെക്കൻഡിൽ ഓടിയെത്തി വിജയം കൈവരിച്ചു. ഞാൻ HSS മുണ്ടൂരിൽ പഠിക്കണേ, +1 കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണേ. ഞാൻ 110 അടിയിൽ ജൂനിയർ ബോയ്സ് ഗോൾഡാണ് 14.38 ടൈം ചെയ്തത്. അച്ഛനാണ് സ്പോർട്സിലേക്ക് പറഞ്ഞു വിട്ടത്. അച്ഛന് സ്പോർട്സൊക്കെ ഇൻട്രസ്റ്റ് ആണ്. അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്. പിന്നെ സാറും നല്ല സപ്പോർട്ടാണ്. കഴിഞ്ഞ വർഷം 5th ആയിരുന്നു വന്നത്. അതിൻ്റെ ഒരു വാശി ഉണ്ടായിരുന്നു ഈ വർഷം ഫസ്റ്റ് വരുന്നത്. നന്നായി ചെയ്യാൻ പറ്റി. സീനിയർ ബോയ്സ് 110 മീറ്റർ ഹാഡിൽസിൽ മലപ്പുറം നാവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫസലുൽ ഹക്കീം ഒന്നാമനായി എത്തി. ഈ കഴിഞ്ഞ സ്കൂൾ മീറ്റിൽ 110 മീറ്റർ ഹഡിൽസിൽ റെക്കോർഡ് എൻ്റെ പേരിലായിരുന്നു 13.78. കഴിഞ്ഞ ജൂനിയർ സ്റ്റേറ്റ് ഇതേമാതിരി ഗോൾഡ് വന്നായിരുന്നു 13.94. ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് മലപ്പുറം തിരുനാവായ നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ കോച്ചസ് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു അധ്യാപകര നിലവാരത്തിൽ തന്നെയുള്ള എൻ്റെ 2 കോച്ചസ് തന്നെ ഉണ്ട്. പേര് മുഹമ്മദ് അർഷാദ് ആൻഡ് ഗിരീഷ്. ഇവർ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രോത്സാഹനം. ഇവരെ തന്ന കോൺഫിഡൻസ് കാര്യത്തിൽ തന്നെയാണ് എനിക്ക് റെക്കോർഡാണ് പറ്റിയത്. എനിക്ക് വലിയ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. ജൂനിയർ ഗേൾസ് 100 മീറ്റർ ഹാഡിൽസിൽ ആലപ്പുഴ DVHSലെ അനാമിക ഒന്നാമതെത്തി. ഞാൻ DVHS താരമംഗലം സ്കൂളിൽ നിന്നാണ് വരുന്നത്. കോച്ചിൻ്റെ പേര് സാംജി KR. പ്രാക്ടീസ് ചെയ്യുന്നത് കലവൂരൻ ഗോപിനാഥ് അക്കാഡമിയിലാണ്. പിന്നെ എനിക്കിവിടെ 100 മീറ്റർ ഹഡിൽസിൽ ജൂനിയർ ഗേൾസിൽ ഫസ്റ്റ് ആയിരുന്നു. ഹഡിൽസിൽ ഞാൻ 14.52 സെക്കൻഡിലാണ് ഫിനിഷ്. സീനിയർ ഗേൾസ് 100 മീറ്റർ ഹാഡിൽ റേസിൽ മലപ്പുറംകാരി ആദിത്യ അജി ഇരട്ട സ്വർണം നേടി മുന്നിലെത്തി. ഞാൻ തിരുനാവായ നവോദയ സ്കൂളിൽ നിന്ന് വരുന്നു. എൻ്റെ വീട് കോട്ടയരുമേലി. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയനൊക്കെ ഉണ്ട്. എനിക്ക് ഇന്നലത്തെ 100 മീറ്റർ ഹഡിൽസിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു. 14.06 ടൈമിൽ ഞാൻ ചെയ്തു. 100 മീറ്ററിനും എനിക്ക് ഫസ്റ്റ് ഉണ്ടായി. 12.11 സെക്കൻഡിൽ ഞാൻ ചെയ്തു. ഇനിയിപ്പോൾ എനിക്ക് 200 ഫൈനലാണുള്ളത്. എനിക്ക് ഇനി മുന്നേ നാഷണൽസ് ജൂനിയർ നാഷണൽസ് സെക്കൻഡ് ഒന്നിന് കഴിഞ്ഞ 2 ആഴ്ച മുന്നേ നടന്നിരുന്ന അണ്ടർ 20 വിഭാഗത്തിലെ ഹഡിൽസിന്. പിന്നെ എനിക്ക് സ്കൂൾ നാഷണൽസ് ഞാൻ 2 വട്ടം നാഷണൽസ് ഫസ്റ്റ് വന്നിരുന്നു. ഒന്ന് ജൂനിയർ കാറ്റഗറി, ഒന്ന് സീനിയർ കാറ്റഗറി. ഈ വർഷം ഞാൻ നാഷണൽസ് പങ്കെടുക്കുന്നുണ്ട്. സബ് ജൂനിയർ ഗേൾസ് 80 മീറ്റർ ഹാഡിൽ റേസിൽ പാലക്കാടുകാരിയായ രഹാന മുന്നിലെത്തി. ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ എൻ്റെ അമ്മ ഇവരൊക്കെ നല്ല സപ്പോർട്ടാണ്. നല്ല സൗകര്യമൊക്കെ ഉണ്ട്. അങ്ങനെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എൻ്റെ ടൈം 12.36. അച്ഛൻ, അമ്മ, പിന്നെ കുടുംബക്കാരൊക്കെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അലഞ്ചിത്ത് ജൂനിയർ ബോയ്സ് 110 മീറ്റർ ഹഡിലിൽ 1ാം സ്ഥാനവും റൈഹാന സബ് ജൂനിയർ ഗേൾസിൽ 80 മീറ്റർ ഹഡിലിൽ 1ാം സ്ഥാനം നേടിയ കുട്ടികളാണ്. കഴിഞ്ഞ 4 വർഷങ്ങളായി അവർ എൻ്റെ കീഴിലാണ് പരിശീലനം നടത്തുന്നത്.
അവരുടെ ഇച്ഛാശക്തിയും അവരുടെ പാരൻസിൻ്റെ സപ്പോർട്ടും അതുപോലെ ഞങ്ങളുടെ സ്കൂളിൽ നിന്നുള്ള PTA-യുടെയും സ്റ്റാഫിൻ്റെയൊക്കെ സപ്പോർട്ട് കൊണ്ടിട്ടാണ് അവരിപ്പോൾ ഈ സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത്. അതുപോലെ പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കുറേ നമ്മുടെ നാട്ടുകാരുണ്ട്. അതുപോലെ PTA പ്രസിഡൻറ്റ്, PTA മെമ്പർമാർ, സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അവരുടെ സഹായം കൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾ ഇത്രയും നല്ല വിജയത്തിലേക്ക് എത്താൻ പറ്റിയത്. സബ് ജൂനിയർ ബോയ്സ് 80 മീറ്റർ ഹാർഡിൽ റേസിൽ മലപ്പുറം നാവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭയ് പ്രതാപ് മുന്നിലെത്തി. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ 4ാം ദിവസം എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി 1000 പോയിന്റ് പിന്നിട്ട് തിരുവനന്തപുരം സെഞ്ചുറി തികച്ചു. വാശിയേറിയ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് ക്ഷീണിതരായ കായിക താരങ്ങൾ സ്റ്റേഡിയത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്രമിക്കുമ്പോൾ ആ ദിവസത്തെ മത്സരങ്ങൾക്ക് തിരശീല വീണു. ഈ വർഷം ഇവിടെ നടത്തുന്ന ഒളിമ്പിക്സ് മാതൃകയിലുള്ള ഈ സ്കൂൾ കായികമേളയിൽ പ്രധാനപ്പെട്ട വേദികൾ ഒന്ന് സെൻട്രൽ സ്റ്റേഡിയം, മറ്റൊന്ന് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം ആണ്. ഇതിൽ അത്ലറ്റിക്സ് മത്സരങ്ങൾ നടക്കുന്നത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ്. ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുക 12 മത്സരങ്ങളാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഖോഖോ, അതുപോലെ തന്നെ കബഡി, തൈക്കൊണ്ടോ, ജൂഡോ, റെസ്ലിംഗ്, പവർ ലിഫ്റ്റിംഗ്, അതുപോലെ തന്നെ ഫെൻസിങ്, കളരിപ്പയറ്റ്, യോഗ, ടഗ് ഓഫ് വാർ, ബാസ്ക്കറ്റ് ബോൾ, ഇത്രയും മത്സരങ്ങളാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുക. ഇത് കൂടാതെ GV രാജ സ്പോർട്സ് സ്കൂളിൽ ബോക്സിംഗ് മത്സരവും വോളിബോൾ മത്സരവും ഹോക്കി, അതുപോലെ തന്നെ ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്നു. പെരപ്പൻകോട് സ്വിമ്മിംഗ് പൂളിൽ നീന്തൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. കൂടാതെ വട്ടിയൂർക്കാവിൽ ഷൂട്ടിംഗ് മത്സരവും, അതുപോലെ തന്നെ ടെന്നീസ് ക്ലബ്ബിൽ ടെന്നീസ് മത്സരവും, ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഷട്ടിൽ, അതുപോലെ തന്നെ ടേബിൾ ടെന്നീസ് മത്സരവുമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്.